വീടുകളിൽ ചുവന്ന അടയാളം. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസ് ലൈൻ, JP ലൈൻ തുടങ്ങിയ ഇടറോഡുകളിലെ ചില വീടുകൾക്ക് മുന്നിലെ തൂണുകളിലാണ് ചുവപ്പ് നിറത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ടത്. ഈ സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാസ്ക് ധാരിയായ ഒരാൾ പകൽ സമയത്ത് ആളില്ലാത്ത വീടുകളിൽ കണ്ടെത്തി വീടിന് മുന്നിൽ ചുവപ്പ് നിറം അടയാളപ്പെടുത്തുന്നതായി പ്രദേശത്തെ CCTV പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായെന്നാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ കവർച്ച നടത്തുന്ന സംഘങ്ങൾ വീടുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ചുമപ്പ് മാർക്ക് അടയാളപ്പെടുത്തുന്നതെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ പ്രതി ചാടിപ്പോയി. ദൃശ്യവധക്കേസിൽ വിചാരണ തടവുകാരനായ പ്രതി വിനീഷാണ് ചാടിപ്പോയത്. വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. 3-ാം വാർഡിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ശുചിമുറിയുടെ ചുമർ തുരന്ന് ഇറങ്ങിയ ശേഷം ചുറ്റുമതിൽ ചാടി പുറത്തെത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് ദൃശ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിനീഷ് ജയിലിലായത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡിസംബർ 10-ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 2 വർഷം മുമ്പും പ്രതി ഇതേ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പാലക്കാട് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ഗുണ്ടാസംഘത്തിൽപ്പെട്ട 2 പേർ പിടിയിൽ. ഏലപ്പുള്ളി തേനാരിയിലാണ് സംഭവം. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഒകരംപള്ളി സ്വദേശിയായ വിപിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ മാസം 17-നാണ് സംഭവം നടന്നത്. ഇതേ ദിവസം തന്നെയാണ് വാളയാർ ആൾക്കൂട്ടക്കൊല നടന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ ഒകരംപള്ളി സ്വദേശിയായ ശ്രീകേഷ്, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് ലൈംഗിക അതിക്രമം. സീറോ മലബാർ സഭ അംഗമായ മലയാളി വൈദികൻ കാനഡയിൽ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശിയും സീറോ മലബാർ സഭയിലെ വൈദികനുമായ ഫാദർ ജെയിംസ് ചെറിക്കൽ എന്ന 60-കാരനാണ് അറസ്റ്റിലായത്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളോടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കാണ് ജെയിംസ് ചെറിക്കൽ അറസ്റ്റിലായത്. അറസ്റ്റിന് പിന്നാലെ ടൊറന്റോ അതിരൂപത ജെയിംസ് ചെറിക്കലിനെ വൈദിക ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി നീക്കി. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കത്തോലിക്ക സഭയിലെ വൈദികനാണ് കാനഡയിൽ അറസ്റ്റിലായിട്ടുള്ളത്. താമരശ്ശേരി അതിരൂപതയിലെ അംഗമാണ് ഫാദർ ജെയിംസ് ചെറിക്കൽ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ടൊറന്റോ അതിരൂപതയിലെ നിരവധി പള്ളികളിൽ സേവനം ചെയ്യുകയായിരുന്നു. മൊബൈൽ ഷോപ്പ് ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. വാർഡ് കൗൺസിലർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ്. നെയ്യാറ്റിൻകരയിൽ റോഡരികിലെ പറമ്പിൽ 48-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. നെയ്യാറ്റിൻകര സ്വദേശിയും മൊബൈൽ ഷോപ്പ് ഉടമയുമായ ദിലീപിനെയാണ് നെയ്യാറ്റിൻകര ടൗണിലെ റോഡരികിലെ ഒരു മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ മൊബൈൽ കടയിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ വാർഡ് കൗൺസിലർ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. ദിലീപിന് വലിയൊരു തുക കടമുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലർ തന്നെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കൗൺസിലർക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശാൽ വധക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകനായിരുന്ന വിശാൽ വധക്കേസിൽ എല്ലാ പ്രതികളെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 19 പേരാണ് കേസിലെ പ്രതികൾ. കൊലപാതകം നടന്ന 13 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നത്. കോന്നി NSS കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന വിശാലിന് 2012 ജൂലൈ 16-നാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ അന്ന് രാത്രിയോടെയാണ് മരിച്ചത്. ആദ്യ വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ ABVP സംഘടിപ്പിച്ച ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിക്കായി എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. വീട് വിട്ടിറങ്ങിയ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. 16 വയസ്സുകാരിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ മുഹമ്മദ് ഷമീം, മുഹമ്മദ് റയേസ് എന്നിവരാണ് അറസ്റ്റിലായത്. മുഹമ്മദ് സാലിഖ്, ഷബീർ അലി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡിസംബർ 20-ന് രക്ഷിതാക്കളുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെരിന്തൽമണ്ണ സ്വദേശിനിയായ 16-കാരിയാണ് പീഡനത്തിന് ഇരയായത്. കോഴിക്കോട്ടേക്കാണ് കുട്ടി ബസ് കയറിയത്. പുലർച്ചെ 2 മണിക്ക് പെൺകുട്ടിയെ ബീച്ചിൽ കണ്ട യുവാക്കൾ താമസ സൗകര്യം ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ഫ്ളാറ്റിലുണ്ടായിരുന്ന 2 പേർ കുട്ടിക്ക് മയക്കുമരുന്ന് നൽകുകയും പീഡിപ്പിക്കുകയുമായിരുന്നു.